ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം 3 അതിൽ നമ്മൾ നാഭി രാജാവിന് ഋഷഭദേവൻ ജനിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നാഭി അഗ്നേന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള നാഭി മൂത്ത പുത്രനാണ് നാഭി രാജാവ്. പത്നിയുടെ പേര് മേരുദേവി. നാഭി രാജാവിന് ഒരു പുത്രൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് അവരൊരു യജ്ഞം അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. ആ യജ്ഞത്തിൽ സംപ്രീതനായ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടുള്ള അവിടെ ഇരിക്കുന്നു. അപ്പം നാഭി രാജാവല്ല ചെയ്യുന്നത്, ഈ കർമ്മം ചെയ്യുന്നത് നാഭി രാജാവ് ക്ഷണിച്ചു വരുത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് ഈ യജ്ഞം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണ ശ്രേഷ്ഠർ പ്രാർത്ഥിക്കുന്നത് അവരുടെ രാജാവായിട്ടുള്ള നാഭി രാജാവിന് ഒരു പുത്രൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അത് സഫലമാക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു യജ്ഞം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഭഗവാന്റെ സ്വഭാവത്തിന് തുല്യ സ്വഭാവമുള്ള ആ വിരക്തിയിലെത്തി ജ്ഞാനം പ്രകാശിച്ച അവർ നിത്യവും ഭഗവത് സ്മരണയിൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞു ഇങ്ങനെ കഴിയുന്നു. അവർക്ക് ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടാകുന്നു. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ളവർ ജീവിതത്തിൽ ദുരിതം വരുമ്പോഴെങ്കിലും ഭഗവാനെ സ്മരിക്കാൻ ഞങ്ങൾക്ക് തോന്നണേ എന്നാണ് പറഞ്ഞത്, ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അതിലുപരിയായിട്ട് ഇനി മെയിനായിട്ട് അവർ എന്തിനാണോ ഈ ഒരു യജ്ഞം തുടങ്ങിയത് ആ ഒരു ആവശ്യം ഭഗവാനെ അറിയിക്കുന്നതാണ് 13ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. കിഞ്ച അയം രാജർഷിഹി അപത്യകാമഃ പ്രജാം ഭവാദൃശീം ആശസാന ഈശ്വരം ആശിഷാം സ്വർഗാപവർഗയോഃ അപി ഭവന്തം ഉപധാവതി പ്രജായാം അർത്ഥപ്രത്യയഃ ധനധം ഇവ അധനഃ ഫലീകരണം. ഇവിടെ പറയുന്നത് ഇനി അവരെന്തിനു വേണ്ടിയാണ് ഈ യജ്ഞം നടത്തുന്നത്, എന്താഗ്രഹം സാധിക്കാൻ, അതാണ് ഇവിടെ പറയുന്നത്. കിഞ്ച അയം, അതായത് അതിലുപരി. തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരുന്നത്? ഭഗവത് സ്മരണ ഞങ്ങൾക്ക് ആപത്ഘട്ടത്തിലെങ്കിലും ജീവിതത്തിലെ ആപത്ഘട്ടത്തിലെങ്കിലും ഭഗവത് സ്മരണ ഉണ്ടാകണമെന്നൊരാഗ്രഹം ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് പറയാണ് അതിലുപരിയായിട്ട് രാജർഷി, അതായത് ഞങ്ങളുടെ രാജാവായിട്ടുള്ള രാജർഷിയായ നാഭി രാജാവ് അപത്യകാമഃ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രജാം ഭവാദൃശി, അങ്ങേക്ക് തുല്യനായ ഒരു മകനെ ആശാസാന ആഗ്രഹിക്കുന്നു, വല്ലാതെ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് തുല്യനായ ഒരു മകനെ അദ്ദേഹത്തിന് കിട്ടണമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ ബ്രാഹ്മണർ പറയുന്നത്. ഈശ്വരം, അങ്ങ് ഈശ്വരനാണ്. എന്തിൻ്റെയൊക്കെ? ആശിഷാം, ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ ഈ ഒരു ഭൗതികമായ ഈ ഒരു ആഗ്രഹങ്ങൾ, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് ഈശ്വരൻ, ആഗ്രഹങ്ങളുടെയൊക്കെ നിയന്താവായിട്ടുള്ള ഈശ്വരനായിരിക്കുന്നതും സ്വർഗത്തിൻ്റെ ഈശ്വരനായിരിക്കുന്നതും അപവർഗയോ എന്ന് വെച്ചാൽ മോക്ഷം, മുക്തിയുടെ ഈശ്വരൻ. അപ്പം മുക്തിയെല്ലാം നമുക്ക് ഒരുവന് മുക്തി ലഭിക്കുന്നതിന് മുക്തിയെ നിയന്ത്രിക്കുന്ന നിയന്താവായിരിക്കുന്ന ഈശ്വരനും സ്വർഗം നേടാൻ അനുഗ്രഹിക്കുന്ന ഈശ്വരനും ഭൗതികമായ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുന്ന ഈശ്വരനുമായിരിക്കുന്ന ഭവന്തം അങ്ങയെ ഉപധാവതി, ഈ ഒരു ചെറിയ ആഗ്രഹം സാധ്യമാവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ യജ്ഞം ചെയ്ത് ആരാധിച്ചത്. എന്തായിരുന്നു ആ ചെറിയ ആഗ്രഹം? നാഭി രാജാവിനെ ഒരു പുത്രനെ, അങ്ങേക്ക് തുല്യനായ ഒരു പുത്രൻ ജനിക്കണം എന്ന ഒരു ചെറിയ ആഗ്രഹം. എന്നാൽ അങ്ങയോട് ഞങ്ങൾ ഇത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാ. കാരണം അങ്ങ് മുക്തിയെ വരെ നൽകുന്ന ഈശ്വരനാണ്, മുക്തിയുടെ ഈശ്വരനാണ്, സ്വർഗലോകം നേടിത്തരുന്ന ഈശ്വരനാണ്, എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും സഫലമാക്കി തരുന്ന നിയന്താവായിട്ടുള്ള ഈശ്വരനാണ്. ആ അങ്ങയോട് ഒരു ചെറിയ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാഭി രാജാവിന് ഒരു പുത്രൻ, അങ്ങേക്ക് തുല്യനായൊരു പുത്രൻ ജനിക്കണം. പ്രജായാം അർത്ഥപ്രത്യയ, ഞങ്ങളുടെ
അർത്ഥം എന്ന് വെച്ചാൽ പുരുഷാർത്ഥം. പുരുഷാർത്ഥങ്ങൾ 4ആണല്ലോ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ഒരു അർത്ഥം കാമം, ധർമ്മം, അർത്ഥം, കാമം, ആഗ്രഹങ്ങൾ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു പുത്രൻ ജനിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ പുരുഷാർത്ഥങ്ങളിൽ ഞങ്ങൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഒരു പുത്രൻ ഉണ്ടാവണം എന്ന ഒരു ആഗ്രഹമാണ് അങ്ങയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യജ്ഞം അനുഷ്ഠിക്കുന്നത്. ഇത് സത്യത്തിൽ ധനദം ഇവ അധനഹ ഫലീകരണം. അധനഹ അതായത് പണം ഒട്ടുമില്ലാത്ത ഒരു ദരിദ്രൻ, ഫലീകരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഉമി കിട്ടാൻ ധനത്തിൻ്റെ ഈശ്വരനായ കുബേരനെ ആരാധിക്കുന്നത് ഇവ പോലെയാണ് സത്യത്തിൽ ഞങ്ങൾ ഇത് ചെയ്തത്. ഒട്ടും പണമില്ലാത്ത ഒരു ദരിദ്രൻ ഒരു ഉമിക്ക് വേണ്ടി കുബേരൻ സ്വർണത്തിൻ്റെ ഇരിപ്പിടമാണ് കുബേരൻ. ഒരു ഉമി കഷ്ണം കിട്ടാൻ വേണ്ടി കുബേരനെ ആരാധിക്കുന്നതും അതിന് തുല്യമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്നത്. കാരണം മുക്തിയെ വരെ നൽകാൻ കഴിയുന്ന ഈശ്വരനോട് ഒരു പുത്രനെ തരണം എന്നുള്ള ചെറിയൊരു ആഗ്രഹം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അത് യഥാർത്ഥത്തിൽ ഒരു കുബേരൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഉമി ചോദിക്കുന്നത് പോലെയാണ്. വരമായി തരണേ, അത് വേണമെങ്കിൽ പരിശ്രമിച്ചാൽ ഇവിടെ നിന്ന് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അതിന് കുബേരനെ പ്രാർത്ഥിച്ച് യജ്ഞം അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെയാണ് ഞങ്ങളുടെ ഈ ഒരു ആവശ്യം. നാഭി രാജാവിന് ഒരു പുത്രൻ ജനിക്കണമെന്ന ആവശ്യം എന്ന് പറയുകയാണ് ഭഗവാനോട്. എന്നിട്ട് ശ്ലോകം 14 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതും സത്യത്തിൽ ഞങ്ങളെല്ലാം അങ്ങയുടെ തന്നെ ആ മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആഗ്രഹം, പുത്രൻ ഉണ്ടാവണമെന്ന ആഗ്രഹം പോലും ആ മായയിൽ കിടക്കുന്നത് കൊണ്ടാണ്. അതാണ് ആ പറയുന്നത്. കഹ കോ വാ കഹവാ ഇഹതേ അപരാജിതഃ അപരാജിതയാ മായയാ അനവസിത പദവ്യ അനാവൃത മതിഹി വിഷയ വിഷരയാനാവൃത പ്രകൃതി അനുപാസിത മഹച്ചരണഃ. കഹവ ആരാണുള്ളത് എന്ന്, ഇഹ ഈ ലോകത്തിൽ, തേ അങ്ങയുടെ അപരാജിത ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ആരായിരിക്കും അത്? മായ. മറികടക്കാൻ കഴിയാത്ത ആ മായയിൽ പരാജയപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? ഞങ്ങളും ആ മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ യജ്ഞം അനുഷ്ഠിച്ച അങ്ങയെ പ്രാർത്ഥിക്കുന്നത്. മകൻ ജനിക്കണമെന്ന ആഗ്രഹമാണ്, അതും ഒരു മായയുടെ ബന്ധനമാണ്. മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് പുത്രൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ തന്നെ മായാശക്തി, ആർക്കും മറികടക്കാൻ കഴിയാത്ത ആ മായാശക്തിയാൽ പരാജയപ്പെടാത്തവർ ആരാണ് ഈ ലോകത്തുള്ളത്? ഇനി മായയ അനവസിത പദവ്യ, ആ മായയുടെ അനവസിത പദവ്യ, അതായത് അതിൻ്റെ വഴി, അതിൻ്റെ പാത, അത് ആർക്കും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ല. ആ മായയിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് പോകുന്നവന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അത് കഴിയില്ല. ഇനി അനാവൃത മതിഹി, ആ മായയിൽ മുങ്ങി വീണ് കിടക്കുന്ന ബുദ്ധി അങ്ങനെയല്ലാത്ത ആരാണ് ഇവിടെയുള്ളത്? എല്ലാവരുടെ ബുദ്ധിയും മായയിൽ പെട്ട് കിടക്കുന്നു. ഇനി വിഷരയാനാവൃത, അതായത് വിഷരം എന്ന് വെച്ചാൽ ഭൗതിക വിഷയങ്ങൾ, ഭൗതികമാകുന്ന ആഗ്രഹങ്ങളുടെ കെട്ടുപാടിൽ പെടാതെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് ആരാണ് ഇവിടെയുള്ളത്? അപ്പം മായയിൽ പെടാതെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആരാണ് ഇവിടെയുള്ളത്? അനുപാസിത മഹച്ചരണ, ഭഗവാനെ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഉപാസിക്കാത്ത, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയാത്ത ആരാണ് ഇങ്ങനെയൊക്കെ ഇവിടെ കഴിയുന്നത് എന്ന്? അതായത് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. മായയെ മറികടക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിക്കണം, അല്ലേ? അപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിക്കാത്തവർക്ക് എങ്ങനെ ഈ ലോകത്ത് മായയെ മറികടക്കാൻ പറ്റും? അതുപോലെ മായയുടെ വഴിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും? ആർക്കും സാധിക്കില്ല. അതുപോലെ മായയിൽ പെടാത്ത ബുദ്ധി ഉണ്ടാവില്ല. അതുപോലെ ഭൗതിക വിഷയങ്ങളിൽ പെടാതെ പ്രകൃതിയോട് ചേർന്നിരിക്കാനും അവർക്ക് സാധിക്കില്ല. അപ്പോൾ പ്രകൃതിയുടെ മായാവലയത്തിൽ പെടാതിരിക്കണമെങ്കിൽ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുക തന്നെ അതിനൊരു പരിഹാരമുള്ളൂ. അതല്ലാത്തവർക്ക് ആർക്കും ഇതിനെ മറികടക്കാൻ, മായയെ മറികടക്കാൻ സാധിക്കില്ല. അങ്ങനെ മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കും ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന ആഗ്രഹം ഉണ്ടായത് എന്ന് ആ ബ്രാഹ്മണ ശ്രേഷ്ഠര് ഭഗവാനോട് പറയുകയാണ്. ശ്ലോകം 15. യത് ഹാ വാവ യത് ഉഹ വാവ തവ പുനഃ അഭദ്രകർത്ത ഇഹ സമാഹുത
ഇഹ സമാഹുത തത്ര അർത്ഥധിയാം മന്ദാനാം നഹ തത് യത് ദേവഹേളനം ദേവദേവ അർഹസി സാമ്യേന സർവാൻ പ്രതിവോടും അവിദുഷാം. ഇനി ഇങ്ങനെ ഒരു ഭൗതിക ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പൂജിച്ചതിന്, അങ്ങയെ ഇങ്ങനെ യജ്ഞം നടത്തി ആരാധിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ്. ശരിക്ക് അങ്ങയെ നേടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ ഒരു പുത്രൻ ഉണ്ടാവണം, ഈ ഭൗതിക ലോകത്തെ സുഖങ്ങൾ നേടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയതിനെ, മായയിൽപ്പെട്ട് ആഗ്രഹിച്ചു പോയതിനെ, ഞങ്ങളെന്ന് വെച്ചാൽ അവർക്കല്ല, നാഭി രാജാവിന് ഒരു പുത്രൻ ഉണ്ടാവണം എന്നൊരു ആഗ്രഹവുമായി ഞങ്ങൾ ഈ യജ്ഞം അനുഷ്ഠിച്ചത് തെറ്റാണ്. അത് ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കണമെന്ന് പറയുന്നതാണിത്. യത് ഉഹ വാവ, ശരിയാണ്, തീർച്ചയായും ഏതൊരു ഈ ഒരു കാര്യം, ഈ ഒരു ആഗ്രഹം, ഉഹ വാവ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ കാര്യമാണ്. തവ അങ്ങേക്ക് പുനഃ പിന്നെയും അഭദ്രകർത്ത വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന അങ്ങയെ പിന്നെയും പിന്നെയും ഇഹ ഇവിടേക്ക് സമാഹുത ഈ ഒരു ചെറിയ കാര്യം സാധിച്ചെടുക്കാൻ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി. യജ്ഞം ചെയ്ത് പ്രാർത്ഥിച്ച അങ്ങയെ ഞങ്ങളോട് പ്രത്യക്ഷപ്പെടുത്തിയില്ലേ? ഞങ്ങളുടെ ഈ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന അങ്ങയെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ ലോകത്തേക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്തിയില്ലേ? തത്ര അതുകൊണ്ട് അർത്ഥധിയാം ഒരു പുത്രൻ വേണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമുള്ള ആ ബുദ്ധിയും മന്ദാനാം മൂഢന്മാരായിട്ടുള്ള അവിദുഷാം അറിവില്ലാത്തവരുമായ ഞങ്ങളുടെ തെറ്റെന്താണോ യത് എന്ന് വെച്ചാൽ ഏതൊരു ദേവഹേളനം ഏതൊരു രീതിയിൽ ഞങ്ങൾ അങ്ങയെ അവഹേളിച്ചിട്ടുണ്ടോ അതിനെല്ലാം ദേവദേവ അർഹസി ദേവന്മാരുടെയും ദേവനായിരിക്കുന്ന ഭഗവാനെ സാമ്യേന സർവാൻ സാധാരണ എല്ലാ മനുഷ്യർക്കും സാമ്യേന ഉള്ളതാണ് ഇത് എന്ന സമത്വഭാവത്തിൽ കണ്ടിട്ട് പ്രതിവോടും അർഹസി ഞങ്ങളോട് ക്ഷമിക്കാൻ അങ്ങ് അർഹനാണ്. മനസ്സിലായ? അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നേടിയെടുക്കാൻ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന അങ്ങയെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. ഒരു പുത്രൻ ഉണ്ടാവണം എന്ന ഞങ്ങളുടെ ആഗ്രഹം മന്ദബുദ്ധികളായിട്ടുള്ള അറിവില്ലാത്തവരായ മായയിൽ വീണ് കിടക്കുന്ന മൂഢന്മാരായ ഞങ്ങൾ ചെയ്ത ഈ ദേവഹേളന അങ്ങയോട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു അവഹേളനം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ദേവന്മാരുടെയും ദേവനാണ്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരെല്ലാം ഇങ്ങനെ മായയിൽ പെട്ടിരിക്കുന്നവരാണ് എന്ന സമത്വഭാവത്തിൽ കണ്ടിട്ട് ഞങ്ങളോട് ക്ഷമിക്കുവാൻ അങ്ങ് അർഹനാണ്. ഇത്രയുമാണ് അവര് നാഭി രാജാവ് വിളിച്ചു വരുത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠരായ മഹർഷിമാരായി യജ്ഞമനുഷ്ഠിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ഇനി ശ്ലോകം 16. ശ്രീ ശുക ഉവാച ഇതി നിഗദേന അഭിഷ്ടൂയമാനഃ ഭഗവാൻ അനിമിഷർഷഭഃ വർഷധരാ അഭിവാദിത അഭിവന്ദിത ചരണഃ സദയം ഇദം ആഹ. ഇതി ഇപ്രകാരം നിഗദേന പ്രാർത്ഥിക്കപ്പെട്ട് അഭിഷ്ടൂയമാനഃ സ്തുതിക്കപ്പെട്ട ഇപ്രകാരം മഹർഷിമാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമായ ഭഗവാൻ അനിമിഷർഷഭ ദേവന്മാരുടെയും ദേവനായ ആ ഭഗവാൻ ശ്രീഹരി വർഷധര അഭിവാദിത. വർഷധര എന്ന് വെച്ചാൽ ഭാരതവർഷത്തിൻ്റെ രാജാവായ നാഭി രാജാവിനാൽ അഭിവാദിത ക്ഷണിക്കപ്പെട്ട് വന്നു ചേർന്ന ബ്രാഹ്മണരാൽ അഭിവന്ദിത പ്രാർത്ഥിക്കപ്പെട്ട ആരാധിക്കപ്പെട്ട വന്ദിക്കപ്പെട്ട ചരണങ്ങളോടുകൂടിയ ആ ഭഗവാൻ സദയം ഇദം ആഹ ദയാപൂർവം കാരുണ്യപൂർവം അവരോട് നാഭി രാജാവിനോട് മറുപടി പറഞ്ഞു എന്ന്. അപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കപ്പെട്ട സ്തുതിക്കപ്പെട്ട ഭഗവാൻ നാഭി രാജാവ് ക്ഷണിച്ചു വരുത്തിയ ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ സ്തുതിക്കപ്പെട്ട പാതാരവിന്ദങ്ങളോടുകൂടിയ ഭഗവാൻ ഇപ്രകാരം അവർക്കുള്ള മറുപടി കൊടുത്തു. എന്താണ് ഭഗവാൻ പറഞ്ഞതെന്ന് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച അഹോ ബദ അഹം ഋഷയഃ ഭവദ്ഭിഃ അവിദദാ ഗിർഭിഃ വരം അസുലഭം അഭിയാചിതഃ യത് അമൂഷ്യ ആത്മജോ മയാ സദൃശോ ഭൂയാദിതി മമാഹം ഏവ അഭിരൂപ കൈവല്യാത് അത അഭി ബ്രഹ്മവാദോ ന മൃഷ ഭവിതും അർഹതി മമ ഏവ ഹി മുഖം യത് ദ്വിജദേവ കുലം. ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ പറയാണ് അഹോ ബദ ഇത് അത്ഭുതം ആശ്ചര്യം തന്നെയാണിത്. അഹം ഞാൻ
ഋഷയഃ അല്ലയോ മുനിമാരെ, ഭവദ്ഭിഹി അവിദത ഗിർഭിഹി, ഭവദ്ഭിഹി നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അവിദത ഗിർഭിഹി തീർത്തും സത്യമാണ്. അപ്പോൾ പറഞ്ഞത് എന്താ? അത്ഭുതം തന്നെയാണിത് മഹർഷിമാരെ, നിങ്ങളിപ്പോൾ എന്നോട് ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നിട്ട് പറയാണ് വരം അസുലഭം, നിങ്ങൾ എന്നോട് ചോദിച്ചൊരു വരം ഉണ്ടല്ലോ അത് അസുലഭമാണ്, പെട്ടെന്ന് അങ്ങനെ ആർക്കും നേടാൻ കഴിയാത്തതാണ്. എനിക്ക് തുല്യനായൊരു പുത്രൻ വേണമെന്നാ ചോദിച്ചത്, വെറുമൊരു പുത്രനല്ല. അസുലഭം, അത്രയ്ക്കും നേടാൻ ദുർലഭമായിട്ടുള്ള ഒരു വരമാണ്. അഭിയാചിത, നിങ്ങൾ എന്നോട് യാചിച്ചത്, ചോദിച്ചത്. യത് അമൂഷ്യ, ആ നാഭി രാജാവിന് മയാ സദൃശോ ആത്മജോ, എനിക്ക് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് ഭൂയാദ് ഇതി ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹം നിങ്ങൾ എന്നോട് ചോദിച്ചു. അത് തീർത്തും ദുർലഭമാണ്, നേടാൻ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. നാഭി രാജാവിന് എനിക്ക് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവണമെന്നുള്ള നിങ്ങളുടെ ഈ ആഗ്രഹം അതങ്ങനെ പ്രയാസമേറിയതാണെന്ന് പറയാൻ കാരണം കൈവല്യാത് അതാ അഭി എന്ന് വെച്ചാൽ, കൈവല്യം എന്ന് വെച്ചാൽ അദ്വൈതം. അദ്വൈതത്തിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ അദ്വൈതം എന്ന തത്വത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാവും മമ അഹം ഏവ അഭിരൂപ, എനിക്ക് തുല്യം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ ആരെ ഞാൻ പറഞ്ഞേക്കും? എനിക്ക് തുല്യനായ ഒരു മകനെ കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് തുല്യം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്ക് തുല്യമല്ല. അതാണ് യഥാർത്ഥ അദ്വൈതം. എനിക്ക് തുല്യമായിട്ട് ഒരാളെ സദൃശ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അതാണ് അദ്വൈതത്തിലൂടെ ഒന്നേയുള്ളൂ ഭഗവാൻ എന്ന് പറയുന്നത്. അതിലൂടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് തുല്യം ഞാൻ മാത്രമാണ്. എന്നാലും ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടത് ബ്രാഹ്മണ ശ്രേഷ്ഠരാണ്. ബ്രഹ്മവാദ, ശ്രേഷ്ഠരായ ബ്രാഹ്മണർ ന മൃഷ, തെറ്റാൻ പാടില്ല, ഭവിതും അർഹതി, അവരെന്നോട് പറഞ്ഞ ഒരു ആവശ്യം ഒരിക്കലും തള്ളിക്കളയാൻ എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ഒരിക്കലും നടക്കാതെ പോകരുത്. അതിൽ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ചെയ്യില്ല, അത് സാധിച്ചു കൊടുക്കാൻ ഞാൻ അർഹനാണ്. കാരണം മമ ഏവ ഹി